സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ പുതിയ സെമസ്റ്ററിലേക്ക് കടന്നിക്കുകയാണ്. 6th സെമസ്റ്റർ അഥവാ നിങ്ങളെ ലാസ്റ്റ് സെമസ്റ്ററാണ് ഈ ഒരു ഡിപ്ലോമ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റത്തിൽ. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ രസകരമായിട്ടും വളരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടും നിങ്ങളെ ഓട്ടോമൊബൈലിൻ്റെ ഒരു കോർ സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ നൽകാൻ പോകുന്നത്. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അഥവാ മോഡേൺ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ടെക്നോളജീസ്. പുതിയ ടെക്നോളജീസിനെ കുറിച്ചാണ് ഇതിൽ ഈ ഒരു സബ്ജക്റ്റിലുടനീളം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് 6054 സബ്ജക്റ്റിൻ്റെ പേര് നമുക്ക് മനസ്സിലായി, അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. നമ്മൾ ഷോർട്ടായിട്ട് AAE എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഈ ഒരു സബ്ജക്റ്റിന് നമുക്ക് 5 ക്രെഡിറ്റ് ഉണ്ട്. അപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളെ CGPA ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലുള്ള 4 മൊഡ്യൂളുകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജീസ് അല്ലെങ്കിൽ സിസ്റ്റംസ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻസ്. പെട്രോൾ എൻജിൻസിലും ഡീസൽ എൻജിൻസിലും മോഡേൺ ആയിട്ട് വന്നിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജീസ് FI സിസ്റ്റം, നമ്മൾ MPFI, CRDI, GDI, അതുപോലെ TBI, ഇങ്ങനത്തെ മോഡേൺ ആയിട്ടുള്ള പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജീസാണ് ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ എൻജിൻസ് എന്ന് വരുന്ന പൊല്യൂഷൻ. ആ പൊല്യൂഷൻ എങ്ങനെ കുറക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ്. വാഹനത്തിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള പൊല്യൂഷൻ വരുന്നുണ്ട്, അതെങ്ങനെയൊക്കെ തടയാം, അതിനുള്ള മോഡേൺ ടെക്നോളജീസ്. ഫോർ എക്സാമ്പിൾ EGR, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം. നെക്സ്റ്റ് ചാർക്കോൾ ക്യാൻസർ ഉപയോഗിച്ചുള്ള EVAP സിസ്റ്റം, ഇവാപ്പറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്, ഡീസൽ സ്മോക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ്. ഇങ്ങനത്തെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മോഡേൺ ടെക്നോളജീസാണ്. അതുപോലെ ഓട്ടോമൊബൈൽ പൊല്യൂഷനെ കുറിച്ചുമാണ് ഈ ഒരു മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള വെഹിക്കിൾ ആക്സസറീസ് ആണ്. പിന്നെ നാലാമത്തെ മൊഡ്യൂളിൽ മോഡേൺ വെഹിക്കിൾ സേഫ്റ്റി ഡിവൈസസ്. ആക്സസറീസിന് എക്സാമ്പിൾ നമ്മൾ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം, ഇൻ്റലിജൻറ്റ് വിൻഡ് സ്ക്രീൻ വൈഫർ സിസ്റ്റം, അതുപോലത്തെ സിസ്റ്റംസ് ആണ്. പിന്നെ മോഡേൺ വെഹിക്കിൾ സേഫ്റ്റി ഡിവൈസസിന് എക്സാമ്പിൾ ABS, EBD, ESC, അതുപോലെ എയർ ബാഗ്, സീറ്റ് ബെൽറ്റ്, ഇതുപോലത്തെ സേഫ്റ്റി ഡിവൈസസ് ആണ് നാലാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിലെ ഓരോ മൊഡ്യൂളിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1 നിങ്ങൾക്ക് കോഴ്സ് ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂള് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മൊഡ്യൂളിലെ കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് നമുക്ക് എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഫസ്റ്റ് പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ, ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ, MPFI സിസ്റ്റം, LMPFI, DMPFI സിസ്റ്റം, അതുപോലെ ഫ്യൂൽ സപ്ലൈ സിസ്റ്റം ഇൻ MPFI, ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, CRDI, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂള്, പിന്നെ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ്. ഇതാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും. ഇതിന്ന് സിമ്പിളായിട്ട് ഇനിയും ഡീപ്പായിട്ട് ഈ മൊഡ്യൂളിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ഫസ്റ്റ് എഫക്റ്റ് ഓഫ് പൊല്യൂട്ടൻസ്, വാഹനത്തിൽ നിന്ന് വരുന്ന പൊല്യൂട്ടൻസിൻ്റെ എഫക്റ്റുകൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അത് മനുഷ്യൻ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ സോഴ്സ് ഓഫ് പൊല്യൂഷൻ,
ആ പൊല്യൂഷൻ വാഹനത്തിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ഈ പൊല്യൂഷൻ വരുന്നത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക എക്സോസ്റ്റ് ഗ്യാസ് മാത്രമേ ഉള്ളൂ പൊല്യൂഷൻ. അത് മാത്രമല്ല, എക്സോസ്റ്റ് ഗ്യാസ്, എക്സോസ്റ്റ് എമിഷൻസ് ഉണ്ട്, ക്രാങ്കേസ് ബ്ലോ ബൈ സിസ്റ്റം ഉണ്ട്, ഇവാപറേറ്റീവ് ലോസസ് ഉണ്ട്. ഇതൊക്കെ ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഈ ഒരു പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻസ് എന്നുള്ള എമിഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ്. എക്സാമ്പിളായിട്ട് നമ്മൾ PC, പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ സിസ്റ്റം, ആഫ്റ്റർ ബേണേഴ്സ്, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്, കൺട്രോൾ ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അഥവാ EGR സിസ്റ്റം, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം, നെക്സ്റ്റ് ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം, ചാർക്കോൾ യൂസിങ് ചാർക്കോൾ കാനിസ്റ്റർ, പിന്നെ ഡീസൽ സ്മോക്ക് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. ഇതിൻ്റെ കൂടെ തന്നെ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് എമിഷൻ കൺട്രോൾ നോംസ്. നമ്മൾ BS1, BS2, BS3 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഭാരത് സ്റ്റേജ് 1 അല്ലേ, പൊല്യൂഷൻ കൺട്രോൾ നോംസ്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്ന യൂറോ നോംസും ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഭാരത് സ്റ്റേജ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള, ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ലോസ് അല്ലെങ്കിൽ നോംസ് ആണ് ഈ ഭാരത് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഓരോ ഡിഫറെൻറ്റ് BS1, BS2, BS3, ഇപ്പോൾ BS6 ഒക്കെ വരുത്തി, അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് അത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക് സീറ്റ് ആൻഡ് ഇലക്ട്രിക് മിറർ, നെക്സ്റ്റ് ഇൻ്റലിജൻറ്റ് വിൻഡ് സ്ക്രീൻ വൈഫേഴ്സ്, ഓട്ടോമൊബൈൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം AC, അതുപോലെ തന്നെ അതിൻ്റെ കമ്പോണൻസ്. നെക്സ്റ്റ്, ഓട്ടോമൊബൈൽ ACയിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻസ്, അതുപോലെ AC കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, മോഡേൺ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം. നെക്സ്റ്റ്, നാലാമത്തെ മൊഡ്യൂളിലുള്ളത് ഫസ്റ്റ് വരുന്ന സീറ്റ് ബെൽറ്റിനെ കുറിച്ചാണ്. നെക്സ്റ്റ്, എയർ ബാഗ് സിസ്റ്റം അഥവാ SRS എയർ ബാഗുകൾ. നെക്സ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ESC. നെക്സ്റ്റ്, ABS ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. നെക്സ്റ്റ്, വെഹിക്കിൾ ഇമ്മൊബിലൈസർ സിസ്റ്റം, കീലെസ് എൻട്രി സിസ്റ്റം, ഓട്ടോമാറ്റിക് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS. നെക്സ്റ്റ്, അഡാപ്റ്റീവ് നോയ്സ് കൺട്രോൾ സിസ്റ്റം, പാർക്കിംഗ് ഡിസ്റ്റൻസ് കൺട്രോൾ അല്ലെങ്കിൽ പാർക്കിംഗ് സെൻസർ. നെക്സ്റ്റ്, കാർ ഇൻഫോർടൈൻമെൻറ്റ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഡ്രൈവ് ബൈ വയർ സിസ്റ്റം. ഇത്രയും അടങ്ങിയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള സേഫ്റ്റി ഡിവൈസസ് ആണ് ഈ ഒരു നാലാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആകത്തുകയായിട്ട് ഈ ഒരു സബ്ജക്റ്റ് വളരെ വളരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ച് പഠിക്കാനുള്ളത് മാത്രമല്ല, ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ പോലും ഈ സെമസ്റ്റർ കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിയിലേക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ ഈ ഒരു ഇതിൽ ഓരോ ടെക്നോളജിനെ കുറിച്ചും ചോദിക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവർ നിങ്ങൾക്ക് ABSനെ കുറിച്ച് ചോദിക്കുക. സ്ഥിരമായിട്ട് PSCക്ക് വരെ ചോദിക്കാറുണ്ട്. PSC ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ടാകുമ്പോൾ ചോദിക്കാറുണ്ട്. അല്ലാതെ സാധാരണ ഒരു ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ പോകുമ്പോൾ മോഡേൺ ടെക്നോളജീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, അതുപോലെ നമ്മൾ ഒരു വാഹനത്തിൽ മൈലേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അഥവാ മോഡേൺ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിനെ കുറിച്ചൊക്കെ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും ചിലപ്പോൾ, മോഡേൺ ആയിട്ടുള്ള ഒരുപാട് സെൻസറുകൾ, ഒരുപാട് സിസ്റ്റംസ് സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. പക്ഷെ അത്ര റിസ്ക് ഒന്നുമില്ല. ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. അതുമാത്രമല്ല, വെറും പാസ്സാവുക എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങളൊരു സബ്ജക്റ്റിനെ കാണരുത്. നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി കയറുമ്പോഴൊക്കെ ആവശ്യമായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജീസ്, അതുപോലെ മോഡേൺ ആയിട്ടുള്ള വെഹിക്കിൾ സിസ്റ്റംസിനെ കുറിച്ചാണ് ഈ ഒരു സബ്ജക്റ്റ് ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൊഡ്യൂളും നോക്കാം. താങ്ക്സ്.